പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു സുലാമ മിനൻ നാസി സ്വദഖ. മനുഷ്യരുടെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അവർക്ക് ധാരാളം സ്വതക്കകൾ സമ്പാദിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ സഹാബത്തിനൊരു ആവേശമായി, എങ്ങനെയാണ് സ്വതക്ക സമ്പാദിക്കാൻ? ഈ പണമായി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് മാത്രമാണ് സ്വതക്ക എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. അതാണ് സ്വതക്കയുടെ ഏറ്റവും മുൻഗണന അനുസരിച്ച് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തികമായി നൽകുന്ന സ്വതക്കകളെ കുറിച്ച് തന്നെയാണ്. പക്ഷെ എന്നാൽ നമുക്ക് അതിനോട് പ്രതിഫലം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയാണ് എന്ന് പറയുകയും, അല്ലെങ്കിൽ സ്വതക്ക പോലെ നിങ്ങൾ പരിഗണിക്കണമെന്നും സ്വതക്ക കിട്ടുന്നത് പോലെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ സംഗതികളാണ്. ഒന്ന് നബി പറഞ്ഞു, അദ്ലു ബൈനൽ ഇസ്നൈൻ, രണ്ട് ആളുകൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു സ്വതക്കയാണ്. രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ, അവരെ ചേർക്കൽ, ഇണക്കൽ, ഇതൊക്കെ ഒരു സ്വതക്കയാണ്. അകന്നു നിൽക്കുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കൽ ഒരു സ്വതക്കയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, യുഈനു റജുലു അലാ ദാബത്തി, ഒരു മനുഷ്യനെ അയാളുടെ വാഹനത്തിൽ കയറാൻ സഹായിക്കല് സ്വതക്കയാണ്. അല്ലെങ്കിൽ അയാളുടെ വസ്തുക്കൾ വാഹനത്തിൽ എടുത്തു വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇറക്കാൻ സഹായിക്കുന്നതും സ്വതക്കയാണെന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം, കുതിരയെ കുറിച്ചൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കതിനെ സുഖമായി വിശദീകരിക്കാൻ എളുപ്പമാണ്. നാളെ സഹായിക്കൽ, വാഹനത്തിൽ കയറാൻ സഹായിക്കൽ എങ്ങനെയാണ്, അത് ഏത് രൂപങ്ങളും നമുക്ക് എന്ത് ചെയ്യാം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്തു ത്വയ്യിബ സ്വതക്ക, നല്ല വർത്തമാനം പറയുക എന്നുള്ളത് ഒരു സ്വതക്കയാണെന്നാണ്. നല്ലത് പറയുക. ഇനി ഒരു മോശമായ സംസാരം നടത്താത്തിരിക്കുന്ന സ്വതക്കയാണ്. അനാവശ്യമായി ഒരാളും നമ്മളുമായി അനാവശ്യമായി തർക്കിക്കുക, നമ്മൾ മിണ്ടാതിരുന്നാൽ ആ മിണ്ടാതിരിക്കലും സ്വതക്കയാണെന്ന് അർത്ഥം. അപ്പൊ ആളുകളോട് നല്ല സംസാരിക്കുക, നല്ലത് പറയുക, നന്നായി പെരുമാറുക, നന്നായി ഇടപെടുക, ഇതൊക്കെ ഒരു സ്വതക്കയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു ഖുതുവത്തിൻ തഖ്തുഹാ ഇൽ മസ്ജിദി സ്വതക്ക, പള്ളിയിലേക്ക് വരുന്ന ഓരോ കാലടിയും അത് സ്വതക്കയാണ്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പള്ളിയിലേക്ക് വരുന്നുവോ അത് ഓരോ കാലടികൾക്കും അത് സ്വതക്കയാണ്. ഇമാദത്തുൽ അദാ അനി ത്വരീഖി സ്വതക്ക, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുന്നത് ഒരു സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഒരുപാട് സംഗതിയുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ ഇതിനോട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചേർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ഉപയോഗിച്ച് ആഗ്രഹിച്ച് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരുക്കി കൊടുക്കുന്ന ഏത് സൗകര്യത്തെയും സ്വതക്കയാണെന്നാണ്. ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഒന്ന് ഒതുങ്ങി ഇരുന്നു കൊടുത്തു, ആ സ്വതക്കയാണ്. നമ്മൾ ബസ്സിൽ കയറി ഒരു പ്രായമുള്ള ആൾക്ക് സീറ്റ്, നമ്മുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും, അത് സ്വതക്കയാണ്. നമ്മൾ പോകുന്ന വാഹനത്തിൽ സ്പേസ് ഉണ്ട്, മറ്റൊരാളെ കയറ്റിക്കൊണ്ട് പോകുന്ന സ്വതക്കയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്നിനെ നിസ്സാരമായി കാണാതിരുന്നാൽ നമുക്ക് ധാരാളം സ്വതക്കയുടെ പ്രതിഫലം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇത് സ്വതക്കയായിട്ട് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് കൊണ്ടും പ്രതിഫലം കിട്ടുമെന്ന ഒരു ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി അത് ലഭിക്കുക എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.